അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മിനി ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് എനിക്ക് മാലപ്പടക്കം വെച്ചപ്പോൾ കിട്ടിയ പെട്ടിയാണ്. അപ്പോൾ അതിനൊരു കാർഡ്ബോർഡ് ബോക്സിൽ 3 ഹോൾ ഇട്ടിട്ട് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ ഹോൾഡർ ഉണ്ടാക്കാൻ ഞാനൊരു ലവ് ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിന് പൈപ്പ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പൈപ്പ് ക്ലീനർ വെച്ച് ഞാൻ അധികം ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചുറ്റിയെടുത്ത് ഞാനൊരു ഹോൾഡർ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ലവ് ഷേപ്പിൽ ഉണ്ടാക്കാനാണ്. ഫോട്ടോ ഹോൾഡ് ചെയ്യുന്നത് ലവ് ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇതിനെ എങ്ങനെ വച്ചാൽ ശരിയാകും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുറ്റിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചുറ്റിയൊക്കെ ട്രൈ ചെയ്തപ്പോൾ ട്രൈ ചെയ്ത് ചുറ്റി വന്നപ്പോഴത്തേക്കും ഏകദേശം അത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി വന്നതും കൂടെ എല്ലാം കൂടെ അങ്ങ് ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു ലവ് ഷേപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ ഞാനൊരു 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡ് പോലെ വയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിനൊരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനറാണ് ചൂസ് ചെയ്തത്. അതാകുമ്പോൾ ഞാൻ എടുത്ത ബാക്കി 2 കളറിൻ്റെ കൂടെയും നന്നായി മാച്ചായിപ്പോവും. അപ്പോൾ അതിന് ഞാനൊരു സ്റ്റെമ്മ് പോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ സാധനത്തിന് ഞാൻ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പോട്ട് പോലെ. എന്നിട്ട് ഇതിൽ ഓരോ ഹോളിലേക്കും ഞാൻ ഓരോ പൈപ്പ് ക്ലീനേഴ്സിന് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ലെങ്ത്തിൽ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ബ്ലൂ ഏറ്റവും ചെറുത്, റോസ് കുറച്ചുകൂടി വലുത്, അതിൻ്റെ ബാക്കിലത്തെ വയലറ്റ് ഇത്തിരി കൂടെ പൊക്കി നിൽക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു പോൾറോയുടെ ഫോട്ടോയാണ് എല്ലാത്തിനും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.